നമുക്ക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ആദ്യം ആൽഡിഹൈഡ്സ് നോക്കുമ്പോൾ ആൽഡിഹൈഡ്സ് ലോവർ ആയിട്ടുള്ള മെമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ മെഥനാൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്യാസ് ഇൻ റൂം ടെമ്പറേച്ചർ, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യണത്. ഇനി എഥനാൽ, 2 കാർബൺ വരണ ആൽഡിഹൈഡ് എടുക്കുകയാണെങ്കിൽ, എഥനാൽ എടുക്കുകയാണെങ്കിൽ അത് വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡാണ്. ഇറ്റ് ഈസ് എ വോളറ്റൈൽ ലിക്വിഡ്. പിന്നെ ഹയർ ആൽഡിഹൈഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഐദർ ലിക്വിഡ്സ് ആവും അല്ലെങ്കിൽ സോളിഡ്സ് ആണ്. റൂം ടെമ്പറേച്ചറിൽ ദേ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇനി നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ കീറ്റോൺ എന്ന് പറയുന്നത് അസറ്റോൺ ആണ്. CH3C ഡബിൾ ബോണ്ട് OCH3 അസറ്റോൺ. ഇതിന്റെ പ്രത്യേകത എന്താ? അസറ്റോൺ എന്ന് പറയുന്നത് നമ്മൾ നെയിൽ പോളിഷിന്റെ റിമൂവറിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കോമ്പൗണ്ടാണ് അസറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതറിയാം, കുറച്ച് നേരം നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് വോളറ്റൈലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ് അത് എക്സിസ്റ്റ് ചെയ്യണത്. കുറച്ച് നേരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് വേപ്പറായിട്ട് പോകും. സോ വി ക്യാൻ സേ അതൊരു വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡാണ്. അസറ്റോൺ എന്ന് പറയുന്നതും ഒരു വോളറ്റൈൽ ലിക്വിഡാണ്. ഹയർ ആയിട്ടുള്ള മെമ്പേഴ്സ് ഒക്കെ എന്താണ്, ഐദർ ലിക്വിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യണത്. അതാണ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. ഇനി അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് നോക്കാം. ബോയിലിംഗ് പോയിന്റിന്റെ വേരിയേഷൻ എങ്ങനെയാണ് ഈ ആൽഡിഹൈഡ്സ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺസ്, ഈഥേഴ്സ്, ആൽക്കഹോൾസ് ഒക്കെ ആയിട്ട് അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ എങ്ങനെയാണ് വേരിയേഷൻ കാണിക്കുന്നത് എന്ന് നോക്കാം. ഈ ആൽഡിഹൈഡ്സും കീറ്റോൺസും കമ്പയറബിൾ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺസും ഈഥറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രോ കാർബൺസിന്റെയും ഈഥറിന്റെയും ഒക്കെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ബോയിലിംഗ് പോയിന്റ്. അപ്പൊ നമുക്ക് ഹൈഡ്രോ കാർബൺസ് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഹൈഡ്രോ കാർബൺസിനായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ആണ് ഈഥേഴ്സിന് വരിക. ഈ ഹൈഡ്രോ കാർബൺസിനെയും ഈഥേഴ്സിനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും ഏതിന്റെ ബോയിലിംഗ് പോയിന്റ്? ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ്സ് ആണെങ്കിലും ശരി, കീറ്റോൺസ് ആണെങ്കിലും ശരി, അത് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺസിനെയും ഈഥറിനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ബോയിലിംഗ് പോയിന്റ് കൂടുന്നത്? നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. RC ഡബിൾ ബോണ്ട് OR അല്ലെങ്കിൽ ഇവിടെ H അങ്ങനെ വരുന്നതാണ് ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും, അല്ലെ? RC ഡബിൾ ബോണ്ട് OR വരുമ്പോൾ അത് കീറ്റോണും RC ഡബിൾ ബോണ്ട് OH വരുമ്പോൾ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിന് പകരം ഹൈഡ്രജൻ വരികയാണെങ്കിൽ അത് ആൽഡിഹൈഡും ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോളാറാണ്. ഈ ബോണ്ട് ഓക്സിജന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും. ഇങ്ങനെയുള്ള ഈ ഡൈപോൾസ്, അതായത് ഇങ്ങനെയുള്ള ഡൈപോൾസ് ഡൈപോൾ ഇന്ററാക്ഷൻ വഴി അസോസിയേറ്റ് ചെയ്യും. കുറെ ആൽഡിഹൈഡിന് അല്ലെങ്കിൽ കീറ്റോൺസിന്റെ മോളിക്യൂൾസിന്റെ ഇടയിൽ ദർ ഇസ് മോളിക്യുലാർ അസോസിയേഷൻ ഡ്യൂ ടു ഡൈപോൾ ഇന്ററാക്ഷൻ. ഈ ഡൈപോളുകളുടെ ഇന്ററാക്ഷൻ വഴി മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ബോയിലിംഗ് പോയിന്റ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺസിനേക്കാളും ഈഥേഴ്സിനേക്കാളും ഒക്കെ കൂടുതലാണ്. ഇനി ഇത് ആൽക്കഹോൾസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലോ നമുക്കറിയാം ആൽക്കഹോൾസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ഫോം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വഴി അസോസിയേറ്റ് ചെയ്തതാണ് ആൽക്കഹോൾസ്. അപ്പോൾ ആൽക്കഹോൾസിന്റെ ഇടയിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആയതുകൊണ്ട് ഇതിനേക്കാളും ഡൈപോൾ ഇന്ററാക്ഷനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ആൽക്കഹോൾസിൽ പ്രസന്റ് ആയതുകൊണ്ട് ആൽക്കഹോൾസിന്റെ ബോയിലിംഗ് പോയിന്റ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലായിരിക്കും. ഇനി ഈ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും അതേ മോളിക്കുലാർ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺസുമായിട്ടോ ഈഥേഴ്സോ ആയിട്ടോ ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കൂടുതൽ. അതിന് കാരണം നമ്മൾ എന്താ പറഞ്ഞത്? ദീസ് മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് ത്രൂ ഡൈപോൾ ഇന്ററാക്ഷൻ. ഇങ്ങനെ ഒരു ചാർജ് സെപ്പറേഷൻ പോസിബിൾ ആണല്ലോ. അപ്പോൾ ഡൈപോൾസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഈ ഡൈപോൾ ഇന്ററാക്ഷൻ വഴി അസോസിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ആൽഡിഹൈഡ്സ് ആണെങ്കിലും കീറ്റോൺസ് ആണെങ്കിലും അതിന്റെ
ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കുറച്ച് മോളിക്യൂൾസ് തന്നിട്ട് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, ഹൈഡ്രോ കാർബൺസിനാണ് ഏറ്റവും കുറവ് ഒരേ മോളിക്കുലാർ മാസ് ഉള്ള അല്ലെങ്കിൽ കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽക്കഹോൾ, ഈതർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഹൈഡ്രോ കാർബൺസിന്, അത് കഴിഞ്ഞിട്ട് ഈഥേഴ്സിന്, അത് കഴിഞ്ഞ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്, ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ആൽക്കഹോൾസിനാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് ബോയിലിംഗ് പോയിന്റിന്റെ ട്രെൻഡ്. ഇനി നമുക്ക് സോല്യൂബിലിറ്റി നോക്കാം. ആൽഡിഹൈഡ്സ് ആണെങ്കിലും കീറ്റോൺസ് ആണെങ്കിലും ലോവർ മെമ്പേഴ്സ് ഒക്കെ വാട്ടറിൽ സോല്യൂബിൾ ആണ്. അപ്പം അതിൻ്റെ സോല്യൂബിലിറ്റി പറയുകയാണെങ്കിൽ ആൽഡിഹൈഡ്സും കീറ്റോൺസിൻ്റെയും സോല്യൂബിലിറ്റി, ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. അപ്പം നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും ഇവിടെ R അല്ലെങ്കിൽ H അല്ലേ, ഇങ്ങനെയുള്ള ഈ ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും പ്രത്യേകത ഇതിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ട്, ഡൈപോൾസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഡൈപോൾസ് ആയിട്ട് വാട്ടറിലാണ് സോല്യൂബിലിറ്റി പറയുന്നത്. വാട്ടറും അതേ ഒരു പോളാർ കോമ്പൗണ്ട് ആണ് അല്ലേ. ഇത് ഈ രീതിയിൽ എന്താണ്, ചാർജ് സെപ്പറേഷൻ ഉണ്ട്. വാട്ടർ ഒരു പോളാർ കോമ്പൗണ്ട് ആണ്. ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആണ്, ബോണ്ടിലത്തെ ഇലക്ട്രോൺസിനെ ഓക്സിജന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഓക്സിജൻ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും വരും. അപ്പം നമുക്ക് എന്ത് പറയാം, അപ്പം നോക്കൂ, ഇതേപോലെ ഇവിടെ അതേ ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഈ മോളിക്യൂൾസ് ഒക്കെ ഇതാണ്, ഇറ്റ് ക്യാൻ ഫോം ഡൈപോൾ ഇന്ററാക്ഷൻ വഴി വാട്ടറിൽ എന്താണ് അതേ തരത്തിലുള്ള ഡൈപോൾ ഇന്ററാക്ഷൻസ് പോസിബിൾ ആണ്, മോളിക്കുലാർ ഇന്ററാക്ഷൻസ് പോസിബിൾ ആണ്. അതുകൊണ്ട് എന്താണ് ഇതേപോലെ ബോണ്ട് ഫോം ചെയ്യാൻ, ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് എന്താണ് ദീസ് ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. ഇന്റർ മോളിക്കുലാർ അസോസിയേഷൻ പോസിബിൾ ആയതുകൊണ്ട് എന്താണ് ദേ ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. ഇതേപോലെ ഡൈപോൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അതേപോലെ മോളിക്കുലാർ ഇന്ററാക്ഷൻസ് പോസിബിൾ ആണ് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ഇടയിൽ വാട്ടറുമായിട്ട്. അതുകൊണ്ട് വാട്ടറിൽ സോല്യൂബിൾ ആണ്. ഇനി ഈ വാട്ടറിലുള്ള സോല്യൂബിലിറ്റി, ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് വാട്ടർ സോല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സോല്യൂബിലിറ്റി ഈ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും സോല്യൂബിലിറ്റി ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യും. കാരണം ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പാണ് വരിക. അങ്ങനെ ബൾക്കി ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ചാർജ് എന്താണ് കൂടുതൽ ഈ എന്താണ് വാട്ടറിലുള്ള സോല്യൂബിലിറ്റി, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ അവിടെ കുറയും. അതുകൊണ്ട് എന്താണ് ഇവിടെ വാട്ടറിലെ സോല്യൂബിലിറ്റി, ആസ് ദ സൈസ് ഓഫ് ദിസ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻക്രീസസ്, ദ സോല്യൂബിലിറ്റി ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഇൻ വാട്ടർ ഡിക്രീസസ്. അപ്പോൾ നമുക്ക് ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വാട്ടറിൽ സോല്യൂബിൾ ആണ്. ബിക്കോസ് ദീസ് മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് വാട്ടർ. ഈ രീതിയിൽ എന്താണ് ഡൈപോൾ ഇന്ററാക്ഷൻസ് വഴി മോളിക്യൂൾസ് വാട്ടറിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അത് വാട്ടർ സോല്യൂബിൾ ആണ്. ഹയർ മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് വാട്ടർ സോല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. വാട്ടറിലുള്ള ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും സോല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ സോല്യൂബിലിറ്റിയെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൽഡിഹൈഡ്സും കീറ്റോൺസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഷാർപ്പായിട്ടുള്ള പഞ്ചന്റ് സ്മെല്ലുണ്ട്. ലോവർ മെമ്പേഴ്സ് ഒക്കെ ഷാർപ്പ് പഞ്ചന്റ് സ്മെല്ലിംഗ് ആയിട്ട് വളരെ കുത്തണ ഒരു സ്മെല്ലോട് കൂടിയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ആൽഡിഹൈഡ്സും കീറ്റോൺസും ഒക്കെ. ഓക്കെ, അപ്പോൾ അസറ്റോണിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് നമുക്കറിയാം. അതേപോലെ തന്നെ ലാബിൽ കുറേ കോമ്പൗണ്ട്സ് നിങ്ങൾ ഇനിയും ഓർഗാനിക് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ആൽഡിഹൈഡ്സും കീറ്റോൺസും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ അതിൻ്റെ സ്മെല്ല് ഉപയോഗിക്കാം നമുക്ക്. അപ്പം ലോവർ മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, മോളിക്കുലാർ മാസ് കുറഞ്ഞിട്ടുള്ള ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവ് ഷാർപ്പ് പഞ്ചന്റ് സ്മെൽ. ഇനി അതിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടണതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി ഫ്രാഗ്രൻ്റ് ആയിട്ട് അതല്ലെങ്കിൽ സ്വീറ്റ് സ്മെല്ലിംഗ് ആയിട്ട് വരും. നല്ല സ്മെല്ലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഈ ആൽഡിഹൈഡ്സും കീറ്റോൺസും ഒക്കെ പെർഫ്യൂംസിൽ ഫ്ലേവറിംഗ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കലുണ്ട്. നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സും കീറ്റോൺസും അത് മോളിക്കുലാർ മാസ് കൂടണതിനനുസരിച്ചിട്ട് കുത്തുന്ന സ്മെല്ല് മാറിയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വീറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള ഈ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഒക്കെ പെർഫ്യൂമിൽ ഫ്ലേവറിംഗ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ കുറച്ച് മോളിക്യൂൾസ് തരികയാണെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ CH3 CH2 CH2 CH3, ബ്യൂട്ടൈൻ ഉണ്ട്, CH3 CH2 CH2 CHO, 4 കാർബണുള്ള ആൽഡിഹൈഡാണ്, ബ്യൂട്ടനാൽഡിഹൈഡാണ്. ഓക്കെ, ഇനി അതുപോലെ CH3 CH2 O CH2 CH3. എത്തോക്സി ഈഥെയ്ൻ അല്ലെങ്കിൽ ഈഥൈൽ എന്താണ് ഡൈ ഈഥൈൽ ഈഥർ ആണിത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ CH3 CH2 CH2 CH2OH, ബ്യൂട്ടനോള്. ഈ കോമ്പൗണ്ട്സിനെയൊക്കെ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പം നമുക്ക് ഇതിനെ A B C D എന്ന് കൊടുക്കാം. ഈ കോമ്പൗണ്ട്സിനെ A എന്ന് പറയുന്നത് എന്താണ്, ബ്യൂട്ടൈൻ ആണ്. A എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്, 4 കാർബൺ വരുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണ് ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. B എന്ന് പറയുന്ന കോമ്പൗണ്ട് ബ്യൂട്ടനാൽഡിഹൈഡ് ആണ്, എഗെയിൻ 4 കാർബൺ വരുന്ന ഒരു ആൽഡിഹൈഡ്. മൂന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു ഈഥർ ആണ്. ഈ ഈഥറിൽ അതേ 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്, ഡൈ ഈഥൈൽ ഈഥർ ആണിത്. ഓക്കെ, D എന്ന് പറയുന്ന കോമ്പൗണ്ട് ബ്യൂട്ടനോൾ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ എല്ലാ കോമ്പൗണ്ട്സും കമ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിലും 4 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. അതായത് ഓൾമോസ്റ്റ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺ ഉണ്ട്, ഈഥർ ഉണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്കാണ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ്. ഇനി അതിലും കൂടുതലായിരിക്കും ഈഥറിന്, അല്ലേ? അപ്പൊ ഇതില് ഡൈ ഈഥൈൽ ഈഥറിന് അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ C ആണ് ബോയിലിംഗ് പോയിന്റിൽ Aയേക്കാൾ കൂടുതൽ വരുന്നത്. ഇനി ബാക്കിയുള്ള 2 അപ്പൊ Aയും Cയും കഴിഞ്ഞു, ഹൈഡ്രോ കാർബൺസും ഈഥേഴ്സും കഴിഞ്ഞു. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് ഒരു ആൽഡിഹൈഡ് ആണ്, 4 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ആൽഡിഹൈഡും അതുപോലെ തന്നെ 4 കാർബൺ ആറ്റംസ് വരുന്ന ഒരു ആൽക്കഹോളും ആണ് ഇവിടെ ബാക്കിയുള്ളത്. അപ്പൊ നമുക്കറിയാം ആൽക്കഹോളിനെ കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഇതിനേക്കാളും എന്താണ് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ഈഥേഴ്സിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും. കാരണം മോളിക്യൂലാർ ഇന്ററാക്ഷൻസ്, ഡൈപോൾ ഇന്ററാക്ഷൻ വഴി മോളിക്യൂൾസ് ഒക്കെ അസോസിയേറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് കമ്പയറബിൾ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺസിനേക്കാളും അല്ലെങ്കിൽ ഈഥേഴ്സിനേക്കാളും ഒക്കെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും ആൽഡിഹൈഡ്സിന്. ഈ ആൽഡിഹൈഡ്സിന് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ആൽക്കഹോളിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആൽക്കഹോൾസിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറയാനുള്ള കാരണം ആൽക്കഹോൾസിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ഡൈപോൾ ഇന്ററാക്ഷൻസിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയതുകൊണ്ട് അതേ മോളിക്കുലാർ മാസ് ഉള്ള ആൽക്കഹോൾസിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പൊ ഇത് ആൽഡിഹൈഡും ഇതൊരു ആൽക്കഹോളും ആണ്. അപ്പൊ ആൽഡിഹൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കുറവ്. അപ്പൊ അടുത്തത് B എന്ന് എഴുതാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരുന്നതാണ് D, ഒരേ കാർബൺ ആറ്റങ്ങളുടെ എണ്ണമുള്ള ആൽക്കഹോൾസ്. അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. മെയിനായിട്ട് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, സോളിബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ് സ്വീറ്റ് അല്ലെങ്കിൽ പഞ്ചന്റ് സ്മെല്ലിംഗ് ആണ് ലോവർ ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ഒക്കെ. അതുപോലെ ഹയർ മെമ്പേഴ്സ് ആണെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ള കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ട് നാച്ചുറലി എക്കറിംഗ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഒക്കെ ഫ്ലേവറിംഗ് ഏജൻസ് ആയിട്ട് പെർഫ്യൂം ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ.